ഞങ്ങൾ മനസ്സിലാക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ഇലക്ഷൻ ഗോയിങ് സ്റ്റേറ്റ് ആണ്. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി ആണ് ഈ മീറ്റിംഗ് എന്നുള്ളതാണ്. നേതൃമാറ്റം അടക്കമുള്ള കാര്യങ്ങളെക്കുറിച്ച് ഹൈക്കമാൻഡ് ഉചിതമായ സമയത്ത് ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈ നേതൃപദവിയിലേക്ക് വനിത വരണമെന്ന് ആഗ്രഹമുണ്ടോ? അതൊക്കെ പാർട്ടി തീരുമാനിക്കട്ടെ. ഇതിലെ ശശി തരൂർ പറഞ്ഞ കോൺഗ്രസിൽ സാധാരണ പ്രവർത്തകർ എണ്ണം കുറയുന്നു, ബൂത്തുകളിൽ പോലും ഇരിക്കാൻ കഴിയാൻ ആളില്ലാത്ത അവസ്ഥയുണ്ടെന്ന് പറയുന്നുണ്ട്. എങ്ങനെയാണ് അങ്ങനെ അദ്ദേഹം പറഞ്ഞോ? അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കൃത്യമായിട്ട്. കേരളത്തിലെ കോൺഗ്രസിലെ സാധാരണ പ്രവർത്തകർ ധാരാളമുണ്ട്. ഞാനടക്കമുള്ള സാധാരണ പ്രവർത്തകർ ഓരോ ദിവസവും ബൂത്തുകളിലും ഓരോ വീടുകളിലും പൊതു ഇടങ്ങളിലും കാണുന്ന പാർട്ടി പ്രവർത്തകർ അവരുടെ ചോരയും നീരുമാണ് ഈ പ്രസ്ഥാനത്തെ നിലനിർത്തുന്നത്. അതുകൊണ്ട് തന്നെ സാധാരണ പ്രവർത്തകരാണ് ഈ പ്രസ്ഥാനത്തിന് ശക്തി. എല്ലാ ബൂത്തുകളിലും കോൺഗ്രസ് എന്ന വലിയ വികാരവുമായുള്ള പ്രവർത്തകരുണ്ട്. ഒരു വലിയ ഐക്യത്തോടെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം നിലവിലെ സാഹചര്യത്തിൽ കുറച്ചുകൂടി ഐക്യം വേണ്ടേ പാർട്ടിയിൽ? കേരളത്തിലെ കോൺഗ്രസിൽ ഐക്യത്തിന് ഒരു കുറവുമില്ല. എല്ലാവരും ഒരേ മനസ്സോടുകൂടി കേരള സർക്കാർ ജനങ്ങളെ, പ്രത്യേകിച്ച് ആശാവർക്കന്മാരുടെ സമരത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടി എടുത്തു പറയാം, പാവപ്പെട്ട സ്ത്രീകളടക്കമുള്ള എല്ലാ വിഭാഗം ജനങ്ങളോടും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ ഒരു വലിയ ദുരന്തത്തിൽ നിന്ന് കേരളത്തെ രക്ഷിക്കാനുള്ള ഉത്തരവാദിത്വം കോൺഗ്രസ് ഏറ്റെടുത്തിരിക്കുക. ആ ഉത്തരവാദിത്വ നിർവഹണത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാരെല്ലാവരും ഒരേ മനസ്സോടുകൂടി മുന്നോട്ട് പോവുക. ബാക്കിയൊക്കെ അല്ലാതെയുള്ള സൃഷ്ടികളാകാനേ തരമുള്ളൂ. അല്ല, തീർച്ചയായും ഇതേപോലെയുള്ള ഒരു യോഗം ചേരുന്നത് ഒരു കൂട്ടായ തീരുമാനത്തിലൂടെ വരാൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളാണ് 2025ഉം 2026ഉം. അപ്പോൾ അതിൻ്റെ ഒരു സ്ട്രാറ്റജി, അതിനു വേണ്ടിയുള്ള ഇൻപുട്ട് അതെല്ലാം കേട്ടുകൊണ്ട് ഒരു ഉചിതമായ ഡിസിഷൻ, ഒരു പ്ലാൻ 25-26ലേക്കുള്ള ഒരു പ്ലാൻ രൂപീകരിക്കാനുള്ള ഒരു കൂട്ടായ ശ്രമം, വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരിക്കും ഇന്ന് നടക്കാൻ പോകുന്നത് എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ പ്രതീക്ഷ. നമ്മുടെ ആദ്യത്തെ ഇലക്ഷൻ എന്ന് പറയുന്നത് 2025 ഇലക്ഷനാണല്ലോ. 50% മുകളിൽ, മിക്കവാറും അതൊരു 53% വനിതാ സ്ഥാനാർത്ഥികളൊക്കെ പോകുന്ന ഒരു തീരുമാനമാണ്. അത് എന്തായാലും വനിതകൾ ഏറ്റവും വലിയ പ്രാതിനിധ്യമാണ് 2025. പിന്നെ 2026 തെരഞ്ഞെടുപ്പിലേക്ക് സ്വാഭാവികമായും അത് ഇപ്പോൾ ടു ഏർലി ടു സേ ആണ്. അത് കറക്റ്റ് ടൈമിൽ നമ്മൾ ഉചിതമായ അതിൻ്റെ ഒരു പ്രതികരണം തീർച്ചയായും നൽകുന്നതായിരിക്കും. അല്ല, ഈ യോഗത്തിൽ നമ്മൾ ജയിക്കാൻ വേണ്ടി എന്താണ് സംഘടനയെ ശക്തിപ്പെടുത്താനുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ള ഒരു യോഗമാണല്ലോ. പിന്നെ യോഗം വിളിച്ചിരിക്കുന്നത് AICC ആണ്. അപ്പോൾ AICCയുടെ ആ ഒരു എല്ലാവരുടെയും അഭിപ്രായം കേൾക്കുക എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായും വളരെ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഒരു ചർച്ച തന്നെയായിരിക്കും അവിടെ ഉണ്ടാകാൻ പോകുന്നത്. വനിതകൾ ആവശ്യത്തിനില്ലാന്ന് നിങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? ഇപ്പോൾ നിങ്ങൾ മഹിളാ സാഹസ് കേരള യാത്ര കേരളത്തിൽ നടക്കുന്നത് നിങ്ങൾ കാണുന്നുണ്ടോ? അവിടെ 1474 മണ്ഡലങ്ങളിലേക്കുള്ള യാത്രയിൽ ഇപ്പോൾ 30 ദിവസം പിന്നിട്ടു. CPMൻ്റെ ശക്തി കേന്ദ്രങ്ങളായ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും കോൺഗ്രസിൻ്റെ കൊടി പിടിച്ചുകൊണ്ട് തന്നെയാണ് ഈ യാത്രയിൽ അണിനിരക്കുന്ന സ്ത്രീകളുള്ളത്. അപ്പോൾ വനിതകളില്ല എന്നുള്ളത് അങ്ങനെയുള്ളതിലേക്കൊക്കെ ഉചിതമായൊരു തീരുമാനം ഉണ്ടാകും. അത് പറയേണ്ട സമയത്ത് പറയേണ്ടടുത്ത് പറയും. അല്ല, കോൺഗ്രസിൽ അങ്ങനെ ഒരു പ്രശ്നമൊന്നുമില്ലല്ലോ. പ്രശ്നമുണ്ടെന്ന് എല്ലാവരും കൂടി പറഞ്ഞതുകൊണ്ട് പ്രശ്നമല്ല. അല്ല, ഒറ്റക്കൊറ്റക്ക് വേണ്ടതൊക്കെ ഇങ്ങനെ നമ്മൾ എല്ലാം ഊഹാപോഹങ്ങളാണല്ലോ. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഒരു വളരെ ജനാധിപത്യ പാർട്ടിയാണ്. അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ പറ്റുന്ന പാർട്ടിയാണ്. അതെല്ലാം പറയുന്നു. അതിനൊരു വലിയ അന്താരാഷ്ട്ര പ്രശ്നമായി ഒന്നും മാറ്റേണ്ട കാര്യമില്ല കോൺഗ്രസിൻ്റെ ഉള്ളിൽ. ദീപാദാസ് മുൻഷി കേരളത്തിൻ്റെ ചാർജുള്ള AICC ജനറൽ സെക്രട്ടറിയാണ്. പല കാര്യങ്ങളും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ഞങ്ങൾ പറയാറുണ്ട്. അത് മഹിളാ കോൺഗ്രസിൻ്റെയും അല്ലാതെയും പൊതുവെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട്. പക്ഷെ അല്ല, അങ്ങനെ ഒരു ചർച്ചയിലേക്ക് നമ്മൾ കടക്കേണ്ട ഒരു സാഹചര്യമില്ല. എല്ലാവരുടെയും പൊതുവായ ഒരു അഭിപ്രായം. കോൺഗ്രസിന് സാധാരണക്കാരുടെ എണ്ണം കുറവാണ്, അവരുടെ ബൂത്തുകളിൽ പോലും ഇരിക്കാൻ കോൺഗ്രസ് സാഹചര്യം ഉണ്ടായിരുന്നു എന്നൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദിക്കുന്നത്.
ഒരു കാരണവശാലും അതിനോട് യോജിക്കുന്നില്ല എന്ന് തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസിൽ ഒരുപാട് കോൺഗ്രസിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന പ്രവർത്തകരുടെ ഒരു മാസ് മൂവ്മെൻ്റാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതില്ല എന്നും ഇവിടെ തീർച്ചയായും ജനത്തിനെ സംബന്ധിച്ചിടത്തോളം ജനം തയ്യാറായി നിൽക്കുകയാണ് ഈ ദുർഭരണത്തിനെതിരെ മറുപടി നൽകാൻ. അപ്പോൾ അതിന് കോൺഗ്രസ് നമ്മുടെ ഒരു സംഘടനാ സംവിധാനവും സജ്ജമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിലാണ് എല്ലാ നേതാക്കന്മാരും ഒരുമിച്ച് നിൽക്കുന്നത്. പിന്നെ അതിന് ഈ കോൺഗ്രസിൽ ബൂത്തിലിരിക്കാൻ ആളില്ല എന്നൊന്നും ഞാൻ പറയില്ല. എന്നുവെച്ചാൽ ഞാൻ ആലുവ നഗരസഭയിലെ ഒരു ഏറ്റവും താഴെത്തട്ടിൽ 3 പ്രാവശ്യം മത്സരിച്ചൊരു വ്യക്തിയാണ്. നമുക്കൊക്കെ അങ്ങനെയൊക്കെയുള്ളൊരു തലത്തിൽ ബൂത്തിലൊക്കെ ഇരിക്കാനുള്ള ആളുകളൊക്കെ കോൺഗ്രസ്സിനുണ്ട്. അതിനെ കുറച്ചുകൂടി ശക്തിപ്പെടുത്താൻ, കുറച്ചും കൂടി എഫക്റ്റീവ് ആക്കാൻ, ശരിയാണ്, ഒരു 100% പെർഫെക്റ്റ് ആണ് എന്നൊന്നും ഞങ്ങൾക്ക് ആർക്കും അവകാശപ്പെടാൻ സാധിക്കില്ല. പക്ഷേ ആ ഉള്ള സംവിധാനമേ ഇല്ല എന്നൊന്നുമുള്ള ഒരു അഭിപ്രായം ഞങ്ങൾക്കാർക്കും ഇല്ല.